ഹലോ REVSOUL എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹീറോയുടെ എക്സ്പ്രസ് 210 ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഓട്ടോമൊബൈൽ വേൾഡിൽ നടന്ന കുറച്ചേറെ ഇൻട്രസ്റ്റിംഗ് ന്യൂസിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് KTMന്റെ ന്യൂസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താലോ? KTM ഈ ജൂൺ 30-ൻ്റെ അകത്ത് KTMന്റെ ഡ്യൂക്ക് 390 എടുക്കുന്നവർക്കൊക്കെ ഒരു ലക്കാണ് കേട്ടോ. ബിക്കോസ് ഈ ഒരു മാസം ജൂൺ 30-ൻ്റെ അകത്ത് എടുക്കുന്നവർക്കൊക്കെ ഒരു 10 വർഷത്തെ വാറൻറ്റിയാണ് KTM ഓഫർ ചെയ്യുന്നത്. 10 വർഷത്തെ വാറൻറ്റി ഫോർ ഡ്യൂക്ക് 390 എഞ്ചിൻ. ഇപ്പോൾ KTM നമ്മുടെ ടൊയോട്ട വൈബ് പിടിക്കുമെന്ന് തോന്നുന്നു. ബിക്കോസ് അവരുടെ എഞ്ചിനിൽ അത്രമാത്രം കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ആവണം ഇത്രമാത്രം ഒരു വാറൻറ്റി എന്തായാലും കൊടുക്കുന്നത്. അപ്പോൾ ജൂൺ 30-ൻ്റെ അകത്ത് KTM ഡ്യൂക്ക് 390 എടുക്കുന്നവർക്കൊക്കെ മാസീവ് ലക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് KTMന്റെ സൈഡിൽ നിന്നുള്ള ഒരു ന്യൂസ് തന്നെയാണ്. KTM 2 ലിമിറ്റഡ് എഡിഷൻ മോട്ടോർ സൈക്കിൾസ് കൊണ്ടുവന്നിരുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് മോട്ടോർ സൈക്കിൾ നോക്കാം. KTMന്റെ 450 റാലി റെപ്ലിക്ക എന്ന് പറഞ്ഞ മോട്ടോർ സൈക്കിളാണ്. ഒരു 150 യൂണിറ്റ്സ് അവൈലബിൾ ആണ്. അടുത്തതായിട്ട് പറയാൻ പോകുന്ന ഒരു കംപ്ലീറ്റ്ലി റെയർ ആയിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് ലിമിറ്റഡ് എഡിഷൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. ഒരു 450 റാലി റെപ്ലിക്ക സാൻഡേൺ എഡിഷൻ എന്നാണ് പറയുന്നത്. വെറും 5 യൂണിറ്റ്സ് മാത്രമാണ് അവൈലബിൾ ആവുന്നത്. ഇത് അൾട്രാ റെയർ എഡിഷൻ ആയതുകൊണ്ടൊക്കെ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സും അതേപോലെയാണ് കേട്ടോ. ഒരു സിംഗിൾ സിലിണ്ടർ, കേട്ടത് കറക്റ്റാണ്, ഒരു സിംഗിൾ സിലിണ്ടർ 450cc എഞ്ചിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലിക്വിഡ് കൂൾഡ് ആണ്. ഓഫ് കോഴ്സ് ഈ ഒരു സിംഗിൾ സിലിണ്ടർ 450cc ആയതുകൊണ്ട് തന്നെ ഇമ്മൻസ് ഹീറ്റിംഗ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡ്യുവൽ റേഡിയേറ്റർ സെറ്റപ്പൊക്കെയാണ് ഈ ഒരു KTM 450cc റേസ് റെപ്ലിക്ക മോട്ടോർ സൈക്കിൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ റാലി സ്പെക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്യൂൾ ടാങ്ക് അതേപോലെയാണ്. 34 ലിറ്ററിൻ്റെ ഫ്യൂൾ ടാങ്ക് ആണ് കേട്ടോ. ഫ്രണ്ടിൽ ഒരു 9 ലിറ്റേഴ്സിൻ്റെ, പിന്നെ ഒരു 9.5 ലിറ്റേഴ്സിൻ്റെ, പിന്നെ റിയർ സൈഡ് ഒരു 16 ലിറ്ററിൻ്റെ ഫ്യൂൾ ടാങ്കും അവൈലബിൾ ആണ്. അതൊക്കെ കംപ്ലീറ്റ്ലി ആഡപ്പോൺ ആകുമ്പോഴാണ് 34.5 ലിറ്ററിൻ്റെ ഒരു ഫ്യൂൾ ടാങ്ക് വരുന്നത് കേട്ടോ. പിന്നെ പറയാനായിട്ട് നോക്കുമ്പോൾ നമുക്ക് റൈസ് റെപ്ലിക്ക ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ഡിസൈനിലാണ്. ഒരു 38 മില്ലിമീറ്ററിൻ്റെ ആണെന്ന് തോന്നുന്നു. ഒരു USD ഫോക്സ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കാണാൻ അന്യായ ലുക്കാണ്, പക്ഷെ കാണാൻ മാത്രമേ പറ്റൂ, കംപ്ലീറ്റ്ലി ഓൺ ചെയ്യാനൊന്നും പറ്റില്ല. പറഞ്ഞതുപോലെ ലിമിറ്റഡ് എഡിഷനാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഇൻസ്റ്റാഗ്രാമിലേക്ക് ഏറ്റവും കൂടുതൽ തരംഗമായിരുന്ന നമ്മുടെ ടാറ്റയുടെ ഒരു ന്യൂസിനെ പറ്റിയാണ്. അഫ്കോഴ്സ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ടാറ്റ ഹാരിയറിനെ പറ്റിയാണ്. ഓൾ ന്യൂ ടാറ്റ ഹാരിയർ EV പുതുതായിട്ട് 4 വേരിയൻസ് ആണെന്ന് അവൈലബിൾ ആവുന്നത്. ഒരു സ്റ്റാൻഡേർഡ് വേരിയൻറ്റ്, അതേപോലെ തന്നെ 3 പ്രീമിയം വേരിയൻറ്റ്. പ്രീമിയം വേരിയൻറ്റ് നോക്കുമ്പോൾ അഡ്വഞ്ചർ, എംപവേർഡ്, അതേപോലെ തന്നെ ഫിയർലെസ് എന്നീ 3 വേരിയൻസിൽ അവൈലബിൾ ആവുന്നത്. ഈ 3 വേരിയൻസിലും നമുക്ക് ഓൾ വീൽ ഡ്രൈവിൽ അവൈലബിൾ ആണ്. ലൈക്ക് ഒരു പ്രീമിയം വേരിയൻറ്റ് പറഞ്ഞാൽ ഈ 3 വേരിയൻസിലും. സ്റ്റാൻഡേർഡ് വേരിയൻറ്റ് നോക്കുമ്പോൾ നമുക്ക് റിയൽ വീൽ ഡ്രൈവാണ് വരുന്നത്. പവർ ട്രെയിൻസ് നോക്കുമ്പോൾ നമുക്ക് റിയർ സൈഡ് ഒരു 235 bhp പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മോട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓൾ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് സൈഡിൽ മോട്ടർ വരുന്നുണ്ട്. അതിലേക്ക് ഒരു 156 bhp പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മോട്ടർ ഫ്രണ്ട് സൈഡിൽ അവൈലബിൾ ആണ്. അപ്പോൾ കമ്പൈൻഡ് ഒരു 391 bhp ആൻഡ് 504 Nm ഓഫ് ടോർക്കുമാണ് ഈ ഒരു ഓൾ വീൽ ഡ്രൈവ് ആയിട്ടുള്ള ടാറ്റ ഹാരിയറിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് വേരിയൻറ്റിൽ നമുക്ക് ഫ്രണ്ട് സൈഡ് മോട്ടർ അവൈലബിൾ ആവില്ല. അപ്പം റിയർ സൈഡ് മോട്ടർ മാത്രമായിരിക്കും അവൈലബിൾ ആവുന്നത്. ഇതിൻ്റെ ചാർജിങ് സ്പീഡൊക്കെ അന്യായ ചാർജിങ് സ്പീഡാണ്. ലൈക്ക് ഒരു 7 kW AC ചാർജിങ്, അതേപോലെ തന്നെ 120 kW DC ചാർജിങ്ങും അവൈലബിൾ ആണ്. 20 to 80% ഒക്കെ വെറും ഒരു 25 മിനിറ്റ്സിൽ ചാർജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അന്യായ ഫീച്ചേഴ്സൊക്കെ അവൈലബിൾ ആണ്. ലൈക്ക് ഒരു 14.53 ഇഞ്ചിൻ്റെ ഒരു OLED ടച്ച് സ്ക്രീൻ ഇൻഫോടൈൻമെൻ്റ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ലൈക്ക് ക്ലൈമറ്റ് കൺട്രോൾ അവൈലബിൾ ആണ്, സൺറൂഫ് അവൈലബിൾ ആണ്, JBLയുടെ സ്പീക്കേഴ്സാണ് വരുന്നത്. എന്നിങ്ങനെ പറഞ്ഞ് പോകാൻ പറ്റുന്ന രീതിയിലാണ് ടാറ്റ അവരുടെ ഓൾ ന്യൂ ഹാരിയർ കൊണ്ടുവരുന്നത്. പിന്നെ വാറൻറ്റിയുടെ കാര്യം പറയണം, ലൈഫ് ടൈം വാറൻറ്റിയൊക്കെയാണ് നമ്മുടെ ഈ ടാറ്റ ഹാരിയറിന് പറയുന്നത്. ടാറ്റ കംപ്ലീറ്റ്ലി ബാക്കിയുള്ള മാനുഫാക്ചേഴ്സിനെ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ ഒരു ടാറ്റ ഹാരിയർ EV വരുന്നത്. ഇതിൻ്റെ പ്രൈസ് ഫിഗേഴ്സ്, ഈ ഒരു ടാറ്റ ഹാരിയർ EV വരുന്നത് 21,49,000 രൂപയുടെ ഒരു എക്സ്-ഷോറൂം പ്രൈസിലാണ് ഈ ഒരു ഓൾ ന്യൂ ടാറ്റ ഹാരിയറിൻ്റെ EV വരുന്നത് കേട്ടോ. അടുത്തതായിട്ട് ഹ്യൂണ്ടയുടെ സൈഡിൽ നിന്നാണ്. ബിക്കോസ് ഹ്യൂണ്ടയുടെ ഒരു പുതിയ കാർ വന്നിട്ടുണ്ട്. ഹ്യൂണ്ടൈ ആൾട്രാസ് കോർപ്പറേറ്റ് എന്ന് പറയുന്ന ഈ കാറിൻ്റെ നെയിമിങ് 2 വേരിയൻസിൽ അവൈലബിൾ ആണ്. ഒരു 1.5 ലിറ്റർ ഡീസൽ ഓട്ടോമാറ്റിക്, അതേപോലെ തന്നെ 1.5 ലിറ്റർ ഡീസൽ മാനുവൽ അവൈലബിൾ ആണ് കേട്ടോ. ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുമ്പോഴേക്ക് ഇതേപോലെയൊക്കെ തന്നെ സിമിലർ ആണ്. ഒരു ലെവൽ 2 ADAS, പിന്നെ ഒരു 6 എയർ ബാഗ്, ഒരു 10.25 ഇഞ്ചിൻ്റെ മീറ്റർ കൺസോൾ, ഇൻഫോടൈൻമെൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ക്ലൈമറ്റ് കൺട്രോൾ അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് സൺറൂഫ് അവൈലബിൾ ആണ്. വേറെ ഇതിൻ്റെ പ്രൈസ് ഫിഗേഴ്സ്, ഇത് വരുന്നത് ഒരു 17,87,000 രൂപയ്ക്കാണ് ഈ ഒരു പുതിയ ടാറ്റ ആൾട്രോസ് കോർപ്പറേറ്റ് വരുന്നത് കേട്ടോ. ഇതിൽ എൻജിൻ സൈഡ് നോക്കുമ്പോൾ ഒരു 1.5 ലിറ്റർ ഡീസൽ ഓട്ടോമാറ്റിക്കും, അതേപോലെ തന്നെ ഒരു 1.5 ലിറ്റർ ഡീസൽ മാനുവൽ അവൈലബിൾ ആണ്. 6 സ്പീഡാണ് കേട്ടോ ഇത് രണ്ടും, ഓട്ടോമാറ്റിക്കും മാനുവലും. പിന്നെ അടുത്തതായിട്ട് നമുക്ക് സുസുക്കിയുടെ സൈഡിൽ നിന്ന് 2 പുതിയ മോട്ടോർ സൈക്കിൾ വന്നിട്ടുണ്ട്. 2025 നമ്മുടെ ഓഫ് റോഡൊക്കെ പറ്റാവുന്ന V-Strom 800D എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളാണ് ആദ്യമേ വരുന്നത്.
ചേഞ്ചസ് നോക്കുമ്പോൾ പുതുതായിട്ട് കളർ സ്കീം, അതേപോലെ തന്നെ OBD2B കോംപ്ലൈൻ്റ് ആയിട്ടുള്ള എഞ്ചിൻ, ഇത് രണ്ടുമാണ് വന്നതൊക്കെ ഫീച്ചേഴ്സ്. വേറെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. മെക്കാനിക്കൽ ഫീച്ചേഴ്സ്, ഡിസൈൻ എല്ലാം സിമിലറാണ് കേട്ടോ. നമ്മുടെ V-Strom വരുന്ന ഒരു 10,80,000 രൂപയ്ക്കാണ് കേട്ടോ പ്രൈസ് പറഞ്ഞത്. പിന്നെ GSXR-ൻ്റെ കാര്യം നോക്കുമ്പോൾ അതേപോലെ തന്നെ OBD2B കോംപ്ലൈൻ്റ് ആയിട്ടുള്ള എഞ്ചിൻ, പുതിയ കളർ സ്കീംസ് ഒക്കെയാണ് വരുന്നത്. പ്രൈസ് ലൈക്ക് 9,15,000 രൂപ, ലൈക്ക് 9,50,000 റുപ്പീസിനാണ് വരുന്നത്. പിന്നെ ഇതിൽ രണ്ടിലും വരുന്നത് സിമിലർ എഞ്ചിനാണ്. ഒരു 776cc പാലറ്റ് എഞ്ചിനാണ്. നമ്മുടെ അപ്പറിൽ RS457 കണ്ടതുപോലെ ഒരു 270 ഡിഗ്രി ക്രാങ്ക് ഷാഫ്റ്റുള്ള എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ കിട്ടില്ല ലോ എൻഡ്, മിഡ് എൻഡ്, ടോപ്പ് എൻഡും കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ സുസുക്കിയുടെ സൈഡിൽ നിന്നുള്ള ന്യൂസ്. അടുത്തതായിട്ട് നമുക്ക് യമഹയുടെ സൈഡിൽ നിന്ന് ഒരു പുതിയ ടെക്നോളജി പേറ്റൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലൈക്ക് ഒരു ഇലക്ട്രിക് ടർബോ എൻജിൻ, അങ്ങനെ എന്തോ ടെക്നോളജിയാണ് പേറ്റൻറ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ മെക്കാനിക്കലോ ടെക്നിക്കലോ സംഭവങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും യമഹയിൽ ഒരു തകർപ്പൻ ടെക്നോളജി ആയിരിക്കും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്തായാലും കാണാം. അടുത്തതായിട്ട് യെസ്ഡിയുടെ സൈഡിൽ നിന്നുള്ള ന്യൂസാണ്. ബിക്കോസ് Yezdi 2025 Yezdi Adventure ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ട്രാഫിക് ആണോ? അല്ലല്ലോ. ഒരു 2,15,000 രൂപ, ലൈക്ക് 2,15,000 റുപ്പീസിനാണ് പുതിയ Yezdi Adventure 2025 കൊണ്ടുവന്നിരിക്കുന്നത്. കുറച്ചേറെ ഡിസൈൻ ചേഞ്ചസ് കാണാൻ സാധിക്കുന്നുണ്ട്. ബിക്കോസ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പുതിയൊരു LED ഹെഡ്ലൈറ്റ് സെറ്റപ്പ്, ലൈക്ക് അസമെട്രിക് ടൈപ്പ്, നമ്മുടെ BMW കണ്ടതുപോലെ അസമെട്രിക് ടൈപ്പ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ടെയിൽ ലൈറ്റ്സിലും ഡിസൈൻ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സീറ്റ്സ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ട്. എന്നിങ്ങനെ കുറേയേറെ ഫീച്ചേഴ്സൊക്കെ ആയിട്ടാണ് പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള Yezdi Adventure വരുന്നത്. എഞ്ചിൻ സൈഡ് നോക്കുമ്പോൾ ഒരു 334cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. ഒരു 29 bhp, 29 Nm ഓഫ് ടോർക്കുമാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ എഞ്ചിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. Yezdi ഒക്കെ നോക്കുന്നവർക്ക് ഒരു ഹാപ്പി ന്യൂസാണ്. അത്യാവശ്യം നല്ലൊരു ഡിസൈൻ. എനിക്ക് ഫ്രണ്ട് ഹെഡ്ലൈറ്റ് സെക്ഷൻ അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പുതിയ Yezdi Adventure-ൻ്റെ. പിന്നെ നമുക്ക് എപ്പോഴത്തെ പോലെ ഇന്നത്തെ ന്യൂസ് ഒരു ഹാപ്പി ന്യൂസിലൂടെ വൈൻഡ് അപ്പ് ചെയ്യാം. എത്ര പേർക്ക് ഇത് ഹാപ്പി ആയിട്ട് തോന്നുന്നു അറിയത്തില്ല. ബിക്കോസ് Atherൻ്റെ Rizta എന്ന് പറഞ്ഞ EV സ്കൂട്ടർ ഉണ്ടല്ലോ, അതങ്ങനെ വിത്തിൻ 1 ഇയർ, ഒരു വർഷത്തിന് മുന്നേ തന്നെ ഒരു 1 lakh യൂണിറ്റ്സ് ആണ് സോൾഡ് ഔട്ട് ആയിരിക്കുന്നത്. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് ലൈക്ക് ഈ ഒരു Ather എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ. ലൈക്ക് EV സ്കൂട്ടർ മോട്ടോർ സൈക്കിൾ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു 1 lakh യൂണിറ്റ്സ് അങ്ങനെ സോൾഡ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ. ലൈക്ക് ഈ ഒരു സ്കൂട്ടർ ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ഇവിടെ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള Atherൻ്റെ ഷോറൂമിൽ വിസിറ്റ് ചെയ്തായിരുന്നു ഫോർ റിവ്യൂ. അന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സിലേക്ക് 500 സംതിങ് ആയിരുന്നു. അവരന്നേ പറഞ്ഞ് ഇറങ്ങി ഓടിക്കുമെന്ന്, ലൈക്ക് അവർ ഇപ്പോൾ തരത്തില്ല എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഈ ഇടയ്ക്കിലേക്ക് കൊച്ചിയിൽ എൻ്റെ ജോലി ഏരിയ ടൈം, ലൈക്ക് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിന് Atherൻ്റെ ആൾക്കാർ ഡയറക്റ്റ്ലി എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചായിരുന്നു, ലൈക്ക് അവരുടെ ഷോറൂം വിസിറ്റ് ചെയ്യാമോ, ലൈക്ക് അവരുടെ Ather പറഞ്ഞു തരുന്നില്ല, അതോ പോകുന്നുണ്ട്, അവരുടെ ഒരു സ്കൂട്ടർ റിവ്യൂ ചെയ്യാമോ എന്നൊക്കെ. മേ ബി ലൈക്ക് ടൈം അതാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ നടക്കുന്നത്. Ather ട്രിവാൻഡ്രത്തു നിന്ന് തന്നെ നീക്കി നിർത്തിയെങ്കിൽ Ather കൊച്ചി എന്നെ മാടി വിളിക്കുകയാണ് ചെയ്തത്. ടൈം ചേഞ്ചസ് എവറിത്തിങ് മാൻ. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ഗൈസ് ഈ ആഴ്ചത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസൊക്കെ. പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ന്യൂസ് അറിയാമെങ്കിൽ അഫ്കോഴ്സ് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അപ്പം നമുക്ക് എന്തായാലും അടുത്ത ആഴ്ച ഈ ഒരു സമയത്ത് കാണാം. അതുവരയ്ക്കും ഓക്കെ, ബൈ.